ഹലോ, കൊൽക്കട്ടയിൽ നമ്മൾ ടോട്ടൽ 3 days ആണുള്ളത്. അതിൽ ഇന്ന് ഡേ 2. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. നേരെ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ആദ്യം തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാൻസി ഫ്രോക്ക്, കാഷ്വൽ വെയർ സെറ്റ്, കോട്ട് സെറ്റ് അങ്ങനെ അതെല്ലാം പർച്ചേസ് ചെയ്തു. ബോയ്സിൻ്റെ ഷർട്ടിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ലാത്തതിനാൽ ആ മേഖല ഞാൻ എൻ്റെ കെട്ടിയവന് വിട്ടുകൊടുത്തു. അതുകൊണ്ട് പുള്ളിക്കാരനാണ് ഷർട്ടൊക്കെ സെലക്ട് ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ കൽക്കട്ടയിൽ ഇതുപോലുള്ള ഹോൾസെയിൽ മാർക്കറ്റ്സിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തവണ നമ്മൾ വന്ന ടൈമിൽ ചെറിയൊരു പണി കിട്ടി. എല്ലാ സെല്ലേഴ്സും ഗാർമെൻറ്റ് എക്സ്പോയിൽ പങ്കെടുക്കാനായിട്ട് അവിടെ പോയിരിക്കുക. സോ നമ്മളും ഒരു ക്യാബ് എടുത്ത് നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. 1 hour നമുക്കൊരു ട്രാവൽ ഉണ്ടായിരുന്നു അവിടെ എത്താനായിട്ട്. ഇവിടെ ഇപ്പോൾ 2 എക്സ്പോ നടക്കുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് വൺ. ഇവിടെ നമുക്ക് കുറച്ച് പ്രീമിയം കളക്ഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മെയിൻലി ബോയ്സിന് വേണ്ടിയിട്ടുള്ള കളക്ഷൻസാണ് കിട്ടിയിരുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. അടുത്ത ഫെയറിലേക്ക് ഇവിടെ നിന്നൊരു 35 minutes വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യൻ പർച്ചേസിൽ ഏറ്റവും ഹെക്റ്റിക് കൊൽക്കട്ട പർച്ചേസ് ആണെന്ന് ഞാൻ പറയും. കാരണം ഇതുപോലുള്ള നടപ്പാണ് നമുക്ക് മെയിൻ വരുന്നത്. അതുകൊണ്ട് ഈവനിങ് ആകുമ്പോഴേക്കും കാലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ടാവും. അങ്ങനെ സെക്കൻഡ് ഫെയറിൽ നമ്മൾ എത്തി. ഈ ഫെയർ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. മെയിൻലി ഇവിടെ നിന്ന് നമുക്ക് കോട്ടൺ ഫ്രോക്സ്, റോംബേഴ്സ് അങ്ങനെയുള്ള കളക്ഷൻസ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഏകദേശം 6:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. നാളെ കൊൽക്കട്ടയിലെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ മാക്സിമം ഷോപ്സ് ഇന്ന് കവർ ചെയ്യണം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു നമുക്ക്. അങ്ങനെ നമ്മൾ തിരിച്ച് മാർക്കറ്റിൽ വന്ന് ഒരു 4-5 ഷോപ്സ് കൂടി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ മുതലുള്ള നടപ്പിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ നന്നായി ടയേർഡ് ആയതുകൊണ്ട് തന്നെ നേരെ നമ്മൾ പോയത് ദി ചട്നിക്കോ എന്ന് പറഞ്ഞിട്ടൊരു വെജ് റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ പോയി ഒരു മസാല ദോശയും ഒരു പേപ്പർ റോസ്റ്റും ഒക്കെ കഴിച്ച് ഡേറ്റ് വൈൻഡപ്പ് ചെയ്തു.